നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. സംസ്ഥാനത്ത് LDFന് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് കൺവീനർ TP രാമകൃഷ്ണൻ. ജയസാധ്യത വിലയിരുത്താൻ മറ്റന്നാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ്. 80 സീറ്റിലധികം സീറ്റ് ഉറപ്പെന്ന് UDF. 30 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് നടത്തിയതെന്ന് VD സതീശൻ. 3 സീറ്റ് പ്രതീക്ഷിച്ച് NDA. ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം സംഭവിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. വോട്ടെടുപ്പിന് ശേഷം കണ്ണൂരിൽ വ്യാപക അക്രമം. UDF ബൂത്ത് ഏജന്റുമാർക്ക് പരിക്ക്. മട്ടന്നൂരിൽ കോൺഗ്രസ് മന്ദിരം അടിച്ചു തകർത്തു. പയ്യന്നൂരിൽ B കുഞ്ഞികൃഷ്ണൻ അനുകൂലിയുടെ കാറ് കത്തിച്ചു. സംഘർഷ സാഹചര്യത്തിൽ കരുതൽ വേണമെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. പരാജയ ഭീതിയിൽ CPM അക്രമം അഴിച്ചുവിടുന്നുവെന്ന് കോൺഗ്രസ്. സഭയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി PC ജോർജും ഷോൺ ജോർജും. UDFന് വോട്ട് ചെയ്യാൻ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ആവശ്യപ്പെട്ടെന്ന് PC ജോർജ്. ദീപിക നാണംകെട്ട പത്രമെന്നും ജോർജ്. KC വേണുഗോപാലനും ജോസ് കെ മാണിക്കും വേണ്ടി ദീപിക വിടുപണി ചെയ്യുന്നുവെന്ന് ഷോൺ ജോർജ്. ദീപികയിൽ വന്നത് സഭയുടെ മാത്രം ആശങ്കയല്ല, സമൂഹത്തിന്റെ ആകെ ആശങ്കയെന്ന് ജോസ് കെ മാണി. ചിക്കമംഗളൂരുവിൽ കാണാതായ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം കിട്ടിയത് 1500 അടി താഴ്ചയിൽ നിന്ന്. ശ്രീനന്ദയെ കാണാതായത് 4 ദിവസം മുമ്പ്. മരണത്തിൽ ദുരൂഹതയുള്ളതായി ബന്ധുക്കൾ. ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്ത് പുറത്തിറങ്ങി. രഞ്ജിത്തിന് ജാമ്യം ലഭിച്ചത് ഉപാധികളോടെ. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകണമെന്നും പാസ്പോർട്ട് സറണ്ടർ ചെയ്യണമെന്നും ജാമ്യ വ്യവസ്ഥ. സംസ്ഥാനത്ത് താപനില കൂടുന്നു. 12 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. ഇടുക്കി, വയനാട് ജില്ലകൾ ഒഴികെയുള്ള ജില്ലകളിലാണ് മുന്നറിയിപ്പ്. പാലക്കാട് 39 ഡിഗ്രി വരെയും കൊല്ലം ജില്ലയിൽ 38 ഡിഗ്രി വരെയും താപനില രേഖപ്പെടുത്തി. സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി അധിക താപനിലയാണ് നിലവിൽ രേഖപ്പെടുത്തുന്നത്. കുംഭമേള വൈറൽ താരത്തിന്റെ ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസ്. മധ്യപ്രദേശ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. കമ്മീഷന്റെ അന്വേഷണത്തിൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്ന് കണ്ടെത്തലിന് പിന്നാലെയാണ് നടപടി. ബീഹാർ മുഖ്യമന്ത്രിയും JDU നേതാവുമായ നിതീഷ് കുമാർ രാജ്യസഭാ MP-യായി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണന്റെ ചേംബറിലായിരുന്നു സത്യപ്രതിജ്ഞ. മാർച്ച് 17 രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ മാർച്ച് 30 നിതീഷ് കുമാർ ബീഹാർ നിയമസഭാംഗത്വം രാജിവെച്ചിരുന്നു. മുഖ്യമന്ത്രി പദം നിതീഷ് കുമാർ വൈകാതെ രാജിവെക്കും.